गुड मॉर्निंग सर. स्वामी सर. वालेकुम सलाम. वाला शरण अയ്യപ്പ. ഓക്കേ. സാറ് സ്വാമിയാണോ? എന്നാ പോണേ മകരവിളക്കിനാ? അതെ. ഇതെന്ത് പറ്റി സാറേ മാലടാൻ? ഭാര്യയ്ക്ക് മോൾക്ക് ഒരേ നിർബന്ധം. ഇവർക്ക് തോന്നിയിട്ടൊന്നല്ല. എന്തെങ്കിലും പറഞ്ഞോ? അല്ല സാറിന് ആ ബുദ്ധി തോന്നി നന്നായി. സാറപ്പ വൃതാണോ? അതെ, ഇന്ന് മുതല് ഫുള്ള് വെജ്ജ. അതെ, നിങ്ങളതിൽ എത്ര ദിവസമായി വ്രതോ? 41 ദിവസം. ഒരു കൊല്ലാക്കാൻ പറ്റുമോ? എന്തൊരു മനസ്സമാധാനം ഉണ്ടാവും മൂപ്പരെ വീട്ടിലും നമ്മളെ ഓഫീസിലും. സ്വാമി ശരണം. മൊയ്തുവേ, നമ്മുടെ ആ കർഷകർക്ക് ഒരു ലോൺ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഒരു ഫയൽ വന്നു തന്നിരുന്നല്ലോ, അതെന്തായി? പണി മുഴുവൻ കഴിഞ്ഞില്ലേ സാറേ? അതൊക്കെ മതി. സമയം പോലെ അതൊന്ന് ശ്രദ്ധിച്ചോളണം. സാറ് വരുമ്പോ അവിടുത്തെ പായസം കൊണ്ടുവരില്ലേ? അരവണ. അപ്പോ അരവണയിൽ എല്ലാവർക്കും കൊണ്ടുവരണം. എനിക്ക് ഭയങ്കര ഇഷ്ടത്. വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ വരുമ്പോ തരേ. ഇത് നന്നാക്കിയോ? നന്നാക്കി സാർ. വളരെ സ്മൂത്ത് ആയിട്ട് പോകണ്ട്. ഇന്നലെ രാത്രി നന്നാക്കി. സ്വാമി ശരണം. ഇതൊരു മാറ്റല്ലേ? അല്ലോ കോയ. അതെ, ഇതെന്താ സാറപ്പ ഇത് കഥ? സ്വാമി ശരണം. കാരണം വയ്യപ്പ, നിങ്ങളിപ്പോ മാലിട്ട് പിന്നിപ്പോ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാൻ അജ്ജന് പോകുന്നുണ്ട്. എവിടേക്ക്? അജ്ജന് പോകുന്നുണ്ട് ഞാൻ. ഈ അജ്ജന് എന്താ വൃശ്ചിമാസത്തിൽ അജ്ജന് പോണേ? നോമ്പ് ആയിട്ട് എന്നിട്ട് വനക്ക് അജ്ജന് ഇതിപ്പോ അവിടെ പറഞ്ഞു കേട്ടിട്ട് ഈ തടിയപ്പാ നോക്കണ്ട. ഈ ഇനി മറുപടി പറയണോ? എന്താ തെങ്ങൻ തൈ തരാത്ത? എന്തെങ്ങളൊക്കെ തെങ്ങൻ തൈ തരാത്തേക്ക് വന്നിട്ട് ആരും ഒന്നില്ലാന്ന്. അപ്പൊ ഇങ്ങനെ വന്നില്ലേ? ചിക്കൻ നാള് മുമ്പ് എന്തിനാ ഇവിടെ തെങ്ങൻ തൈ വരുന്ന എടുത്തോളിയും കൊണ്ടുപോയിക്കോളി, ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ ഞാനിപ്പോ ഇതിന് മെനക്കെട്ടായി. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങനെയാണ്. വരുന്നുണ്ട് വരാത്തിന് ഞങ്ങൾ എന്താക്കാൻ വന്നാൽ തരൂല്ലേ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ട് കുട്ടിയെ, അത് മനസ്സിലാക്കി. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോ അങ്ങോട്ട് തന്ന തെങ്ങോണ്ടോ വെക്കാൻ പറ്റില്ല. മയക്കും മുമ്പ് ഇത് വെക്കണല്ലേ, അതിന്റെ മൂടി കഴിഞ്ഞു. ഓ, അങ്ങനെ ഉണ്ടല്ലേ? ശരി, ഇപ്പൊ എന്തിനാ ഇവിടെ കയറി കുത്തിരിക്കണേ? അല്ല, അതെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ്ട, ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. വന്നാൽ ഞങ്ങൾ പറയല്ലോ. നിങ്ങളൊന്നും കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല. വെറുതെ ശമ്പളം മേടിക്കാൻ വേണ്ടി കുത്തിരിക്കാണ് കള്ള നായ്ക്കള്. സ്വാമിയെ ശരണയ്യപ്പോ. സ്വാമിയെ, നിങ്ങൾ ഇരിക്കണത് പെട്ടെന്ന് മറന്നുപോയിട്ടോ. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങറുണ്ടായി കഴിഞ്ഞാൽ സ്വാമിയാരെ അല്ല ഹാജിയാരെ കുറച്ചുകൂടെ ആത്മസംയമനം പാലിക്കും. അല്ല, എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ല സാറേ, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഈ വയസ്സാം കാലത്ത് എത്ര തവണ ഇവിടെ കയറി വരുന്നേ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമല്ലോ. എന്ത് പരിഹാരം ഉണ്ടാക്കണേ? നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ കൃഷി ഓഫീസർ. എന്താ കാര്യം? അതെ സാറേ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കാം. ഞാനിപ്പോ എത്രാമത്തെ തവണ ഈ ഒരു തെങ്ങൻ തൈക്ക് വേണ്ടി ഇവിടെ വരുന്നറിയോ? നിങ്ങളൊരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ഓൻ പറഞ്ഞിട്ട് ആ ചങ്ങായി പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ എന്റെ വീട്ടിലെ റബ്ബറൊക്കെ വെട്ടി കുയ്യെടുത്ത് തെങ്ങൻ തൈ വെക്കാന്ന് വിചാരിച്ച് 10-250 കുജ്ജാണ് വെട്ടിയേക്കണേ. തെങ്ങൻ തൈ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതല്ല, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും. പറഞ്ഞു ഇയാള് കേക്കണ്ടേ? ചെന്നുമുണ്ടായിക്കടോ. സ്വാമി ശരണം. സ്വാമി ശരണം. അതെ, ഞാൻ എന്താ കാര്യത്തിണ്ടോ സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. ഇതിപ്പോ മഴ പെയ്യുന്നേറ്റ് മുമ്പ് ഇപ്പൊ 10-250 കുയ്യെടുത്ത് ഉണ്ടായിരുന്ന റബ്ബറൊക്കെ പോയി. അതിനിപ്പോ വേണ്ട വളവും കാര്യങ്ങളും ആട്ടുംകാട്ടും ചാണകം ഒക്കെ ഇറക്കി ഇക്കണ്ട കായും ചെലവാക്കിയിട്ട് ഈ മഴ പെയ്ത് കുയില് വെള്ളം നിറഞ്ഞാൽ പിന്നെ ഒരു തെയ്യ് വെക്കാൻ പറ്റുമോ സാറേ? അതെ, നിങ്ങളെ പോലുള്ള കർഷകർ കൃഷി ചെയ്യാൻ വേണ്ടി വരുമ്പോ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതെ, അതിനിപ്പോ നിങ്ങളിനൊക്കെ കുയില് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ, തൈക്ക് തയ്യല്ലേ. സ്വാമി സാർ, അപ്പൊ അത് വരട്ടെ, വന്നു കഴിയുമ്പോ നിങ്ങൾക്ക് തരും കേട്ടാ. അപ്പൊ അത് വരെ ഇപ്പൊ ആ കുയ്യും കുത്തിയിട്ട് കാലും നീട്ടിയിരിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേര സമൃദ്ധി പദ്ധതി പ്രകാരം കേരളത്തില് എത്ര തെങ്ങും തൈ ഞങ്ങൾ വിതരണം ചെയ്തെന്നാ വിചാരിക്കണത്? എത്ര ചെയ്തു? 2 കോടിയിലധികം. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇപ്പൊ ഇവിടെ തെങ്ങിന്റെ കാട് വന്നിട്ട് അതിൽ കൂടെ ആനയും പുലി ഇറങ്ങിണ്ടാവും. എവിടെ നടക്കണം ഇതൊക്കെ നിങ്ങൾ പറയാന്നല്ലാണ്ട് എവിടെ നടന്നു? അതെ, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം കേട്ടാ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആയി പോയി. ആയിക്കോട്ടെ സാറേ, ഇനി നിങ്ങള് തരുന്നേ വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചോളി. നേരെ ഇങ്ങോട്ട് പോരണ്ട കേട്ടോ, ഒന്ന് ഫോൺ വിളിച്ചോളി. എന്റെ ഫോണിന്റെ കാര്യം കൂടി കളയാനോ? വിളിക്കണം. പോണത് പോക്കോട്ടെ, എന്തിനാ പിന്നെ വിളിച്ചു വരുന്നത്? പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ സാർ? ഇങ്ങനെയുണ്ട് ജനങ്ങള്. ഒരു സ്വാമീന്റെ മുമ്പ് പറഞ്ഞ വർത്താനം കേട്ടില്ല നിങ്ങള്? സ്വാമി ശരണം. അല്ല സ്വാമി, അല്ല സാറേ, ഈ തെങ്ങൻ തൈ എന്താ വരാത്തെ? തെങ്ങും തൈ വരാത്തത് എന്താന്ന് എനിക്കറിയാൻ വയ്യ.
ഞാൻ ഇന്നലെ കൂടി വിളിച്ച് ഫോളോ അപ്പ് ചെയ്തേ ഉള്ളൂ. കാരണം ഈ കോയെ പോലെ തന്നെ ഒരുപാട് പേര് ദിവസം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടേ തെങ്ങും തൈക്ക്. ഓവ് എന്നെയും വിളിക്കുന്നുണ്ട്. വീട്ടിൽ ചില ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കണ്. ഓഫീസിലും രക്ഷയില്ല, വീട്ടിലും രക്ഷയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ സമാധാനം പറഞ്ഞ് സമാധാനിപ്പിക്കുക അല്ലേ? അല്ല എന്ത് ചെയ്യാൻ പറ്റുന്നേ. സാമിശരണം. ശരി ശരി സാർ. സ്വാമി ശരണയ്യപ്പ. ഇത് കുറച്ചുകൂടെ ഒക്കെ ഒരു സമാധാനം വേണം ജീവിതത്തിൽ കേട്ടോ. എല്ലാത്തിനും എടുത്ത് ചാടരുത് സാറ്. ആളുകൾ ഇങ്ങനെ പെരുമാറുമ്പോഴേ അറിയാണ്ട് പറഞ്ഞു പോണതാ. ആൾക്കാർ പല രീതിയിൽ പെരുമാറിയാലും നമ്മൾ സംയമനം പാലിക്കും കേട്ടോ. സാറിന് ഭയങ്കര മാറ്റാണ് ഇപ്പോ മാലിട്ടേനേഷേ. സ്വാമി സാറെല്ലാം പറയാണ്ട് പറഞ്ഞു പറ്റിച്ചു അല്ലേ? സ്വാമി ശരണം. എന്തേ? അതെ, ഞാൻ സാറ് പറഞ്ഞ പോലെ ട്രോഫി വിൽക്കുന്ന കടയിൽ പോയി കർഷകശ്രീ അവാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 500 രൂപ വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. കർഷകശ്രീ അവാർഡ് ഒട്ടിച്ചിട്ട് നല്ലൊരു ട്രോഫി എനിക്ക് തന്നു. അപ്പം വേണ്ടാ നിനക്ക് പത്മശ്രീ അവാർഡും കൂടി എനിക്ക് വേണ, ഒരു 500 രൂപ എന്നാ മതി പറഞ്ഞു. 500 കൊടുത്താന്നില്ലേ, ഇതെന്റെ ഒരു അഭിമാനമല്ല സാറേ. ഞാൻ 500 രൂപ കൊടുത്ത് ഒരു കർഷകശ്രീ അവാർഡും ഒരു പത്മശ്രീ അവാർഡും രണ്ടും കൂടി എനിക്ക് തന്നു. ഒരു കർഷകശ്രീയും ഒരു പത്മശ്രീയും. ഞാൻ ഇങ്ങനെ നിൽക്കുക 2 ട്രോഫിയും വീട്ടിലുണ്ട് സാറേ. ഒരു അവാർഡ് ജേതാവെന്ന നിലയിൽ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനായി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് സാറേ, ആ വഴക്കേക്കാരെ കണ്ടോട്ടല്ലോ, എല്ലാ മാസവും 2 സമയത്താണ് ഞാൻ ഉഴുതു മറിച്ചിട്ട് നെല്ലിടല്. ആ കിട്ടി കൃത്യമായിട്ട്. ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലെ വെറുതെ കിടക്കും തരിശായിട്ട്. കുഴപ്പമില്ല, നമ്മളെ നാട്ടിലെ കുഞ്ഞളും ഞാനടക്കം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ എല്ലാം കളിക്കും. ഈ സമയത്ത് മാത്രം കുണ്ടുവച്ച് വെക്കും, എല്ലാം ഉഴുതു മറിച്ചിടും, ആകെ നശിപ്പിച്ചടിയും ഈ കുഞ്ഞൾ കളിക്കുന്നതായിട്ട്. ഇപ്പൊ നാട്ടുകാർ എന്നോട് പറഞ്ഞു, ഏതായാലും ഒരു അവാർഡ് ജേതാവല്ലേ, ഇത് നീ ഇവിടെ പറയണം. സാർ അതിനൊരു തീരുമാനം എടുക്കാം. എന്റെ എളിയൊരു അഭിപ്രായം. പോയിക്കോട്ടെ സാർ. നന്ദിയുണ്ട് സാറേ. സ്വാമി ശരണം. താങ്ക് യു സാറേ. സാറ് രക്ഷപ്പെട്ടാട്ടോ. ഞാൻ വിചാരിച്ചു സാറിനെ തല്ലാൻ വന്നാന്ന്. സ്വാമി ശരണം. സ്വാമിയേ ശരണയ്യപ്പ. കോയ സാഹിബേ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്ക്. നല്ല തെങ്ങും തൈയാണെന്ന്, നല്ല ആരോഗ്യമുള്ള തെങ്ങും തൈയാണ്. 3-ാം കൊല്ലം കായ്ക്കും. കൊലയായി കായ്ക്കും. നിങ്ങൾ കൊണ്ടുപോക്കോ. ശരി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൊയ്ത് സാറേ, അവിടെ പാമ്പും പഴുതാരയൊക്കെ കാണും. അതെ മന്മതാ, എന്തായി സാറേ? കോയ സാഹിബിനും വേണ്ട അത്രേ. വേണ്ടെന്നാ? അയാൾക്കും വേണ്ടെന്നാ പറയണേ. അയാൾ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ വന്നിട്ട്. ഈ 100-800 തൈ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോണ്ടേ? സാറേ, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ വേണ്ട, ഇത് കൊലച്ചു തുടങ്ങി. ഇനി അത് തേങ്ങ വെട്ട ആളെ അന്വേഷിക്കേണ്ടി വരും. ആരെങ്കിലും വിളിച്ച് പറയെന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ വാട്സപ്പിലുള്ള ഗ്രൂപ്പിൽ മുഴുവൻ മെസ്സേജ് വിട്ടിക്കണേ. എല്ലാരും വിവരം ലൈക്കും കമന്റ് ഒക്കെ തരുന്നുണ്ട്. ആർക്കും വേണ്ട, ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ നമ്മള് 300 തയ്യനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇവിടെ വന്നത് 800 എണ്ണാണ്. എന്തിന്? 800 എണ്ണത്തിൽ ഒരെണ്ണം പോലും വിറ്റുപോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമായിരിക്കും. 50 രൂപ വെച്ചിട്ട് 800 തയ്യന് 5×8 40,000 രൂപ അടയ്ക്കണം. അപ്പൊ സാറ് അടയ്ക്കേണ്ടി വരുമല്ലേ? ഞാൻ മാത്രമൊന്നല്ല, നമ്മളെല്ലാരും ഉദ്യോഗസ്ഥന്മാരെല്ലാരും കൂടെ കൊടുക്കണം. അതെന്തിനാ ഞങ്ങൾ കൊടുക്കണേ? അതങ്ങനെയാണ്. നമ്മളെല്ലാരും കൂടി അടയ്ക്കണത്? പിന്നെ വേണ്ടേ? നല്ല കൂത്താണുള്ളത്. ഇതിപ്പോ നമുക്ക് എങ്ങനെ ഇത് കൊടുക്കാം? ആരുടെങ്കിലും മണ്ടയ്ക്ക് വെക്കാൻ നോക്കെ. സാറേ, ഇവിടുത്തെ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഞാനൊരു ചെറിയ സഹായം വേണമെങ്കിൽ ചെയ്യാം. എന്റെ കുറച്ച് കുടുംബസ്ഥലത്ത് കുറച്ച് പറമ്പുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു 10-200 ഇറക്കി വെക്കാനുള്ള ഒരു സംഭവം. കൊണ്ടുപോയിക്കോളി. കളിക്കോളയില്ല. എന്ത് ദൂരം വരും? അത് ഇവിടുന്ന് ഒരു 100-120 കിലോമീറ്റർ വരും. അതെ, എന്താ വല്ല ഭ്രാന്തുണ്ടോ നിങ്ങൾക്ക്? എന്ത്? അതിന്റെ പൈസ എന്തെന്നാ ഈ പറയണേ? ആ പൈസ കൊടുക്കുന്നല്ലേ ചെയ്തോളൂ. പിന്നല്ല, ഒരു സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വരെ കൊണ്ടു തന്നാ അത് അവിടെ വെക്കാം. വല്ലതും പറയുങ്ങളേ. സത്യ സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നടക്കണ കാര്യം ഞാൻ പറയാം. ഈ തൈയില്ലേ ഇവിടുന്ന് എന്തായാലും മാറ്റണം. പക്ഷെ നശിച്ചു പോവാനും പാടില്ല. നമുക്ക് പരിചയമുള്ള ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു പറമ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് വെക്കായിരുന്നു. അല്ല, അത് വെക്കണം. കാരണം എന്താ അറിയോ, ഇതിന്റെ ഈ വേരുകൾ ഇല്ലെങ്കിൽ ദ്രവിച്ചു പോകും. ഇത് മണ്ണിൽ കൊണ്ടുപോയിട്ടെങ്കിലും വെക്കണം. എന്നാ പിന്നെ 1 മാസോ 2 മാസോ എടുത്തിട്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയും തെങ്ങിൻ തൈ വെക്കാനുള്ള ഒരു കണ്ടം കിട്ടണ്ടേ? സത്യം പറയാം, നല്ല ചക്കര പോലത്തെ തെങ്ങും തൈകളാണ്. തേക്കിൽ നിന്ന് എന്ത് ബലം. സാറേ, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്റെ ഒരു സുഹൃത്തുണ്ട്, പ്രതീഷ്, ദുബായിലാണ്. ഓന്റെ അച്ഛൻ സുഗതൻ മിലിറ്ററിക്കാരനാ. അയാൾക്ക് ഇവിടെ ഒരു 1.5 ഏക്കർ ഭൂമി ഉണ്ട്. വെറുതെ കിടക്കിയ ഒരു വീടും.
അവിടെ വെച്ചാലോ? എന്നാ അവരോട് ചോദിക്കേ. സുഖനെ വിളിച്ചു നോക്കി. സുഖത്തിനെ വിളിക്കണ്ട, പ്രതീക്ഷനോട് പറഞ്ഞാൽ മതിയല്ലോ. പ്രതീക്ഷനെ വിളിക്ക്. അച്ഛനോട് പറയണ്ട. അപ്പൊ എന്നാ പ്രതീക്ഷ പ്രതീക്ഷനെ വിളിക്കണ്ട, ഇപ്പൊ വിളിച്ചവനെ കിട്ടും. ഓൻ ഡ്യൂട്ടിയില്ല, ഓന് മെസ്സേജ് വിടാം. വെള്ളം കണ്ടല്ലോ, കിണർ ഒഴിച്ച പോലെ ആയി. അല്ല സാറേ, ഇത്ര രീതിയിൽ വേണത്? ഇല്ല, കുറച്ചുകൂടി വിസ്താരത്തിൽ എടുത്താൽ മതിയടാ. കുറച്ചുകൂടി വിസ്താരത്തിൽ എടുത്തോ, ഇത്ര ആഴം വേണ്ട. ആ തെങ്ങും തൈയൊന്നും അതിനകത്ത് വെച്ചിട്ടേ മണ്ണൊന്ന് ചുറ്റോടാണ്, അത്രല്ലേ വേണ്ടു. അത്രേ വേണ്ടുള്ളൂ. അല്ല സാറേ, ഇതിപ്പോ നമ്മൾ ഈ ഒരു ലോഡ് നമുക്ക് ഇവിടെ വെക്കാം. ഇനി ഇരിപ്പുണ്ടല്ലോ ഓഫീസില്, അതൊക്കെ എവിടെ കൊണ്ടുവെക്കും? അത് ഇവിടെ തന്നെ വെക്കണം. തന്നെ വെക്കാം. അത് 1.5 ഏക്കർ സ്ഥലം ഉണ്ട് ഇത്. അല്ല, അവര് സമ്മതിക്കും. നമ്മള് പിന്നെന്താണ്? അതെ, ഒരു കാര്യം ചെയ്യേ, അങ്ങേരോടും കൂടെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. അയാളെ മോൻ പ്രതീക്ഷയും ഞാനും തമ്മിൽ ഭയങ്കര കമ്പനിയാ. എന്റെ വാക്കിന്റെ അപ്പുറത്ത് വേറെ ഓന് തീരുമാനമില്ല. പിന്നെ നമുക്ക് ആ മുഴുവൻ ലോഡ് ഇവിടെ തന്നെ ഇറക്കാം, അല്ലേ സാറേ? ഒന്ന് അങ്ങോട്ട് പോയി സഹായിക്കേ. ഞാൻ പോവാ, ഞാൻ കൈമല് മണ്ണാവും ചാച്ചിട്ടാ. ചോറിന്റെ കയ്യിൽ കറിയായ അയാൾ തിന്നാതിരിക്കുമല്ലേ? മതിയടാ, മതി മതി. എന്തായാലും ഞാനിത് നോട്ട് ചെയ്ത് വെക്കാം. നമ്മള് എത്ര എണ്ണം ഇപ്പൊ ഇറക്കുന്നു? അല്ല, വെച്ചാ മതി, വെച്ച നേരെ വെക്കി. നേരെ വെച്ച് നല്ല നല്ല ഇനമാണ് കേട്ടോ സാറേ ഇത്. ഈ തെങ്ങ് ചതിക്കില്ല എന്ന് പറയാം. എന്താ അവിടെ? ആരാ? നമ്മളാരാ? എന്താ അവിടെ? പ്രതീഷിന്റെ അച്ഛനാണ്. മറ്റേ പട്ടാളോ? നമസ്കാരം. ചോദിക്കാനും പറയാനൊന്നും ആളില്ലേ? സുഖദേട്ടാ, സുഖദേട്ടാ, ഞാനാണ് മൊയ്തുവാണ്. ഏത് മൊയ്തോ? എന്താന്ന് എന്റെ പറമ്പിൽ ഒരു സാധനം കൊണ്ട് നോക്കുമ്പോ എന്നോട് പറയണ്ടേ? മോന്റെ കൂട്ടുകാരൻ. ചേട്ടന്റെ മോന്റെ കൂട്ടുകാരൻ. ഏത് മോന്റെ? മോനോട് പറഞ്ഞു ഞാൻ. അവരുടെ പ്രതിഭിന്റെ അല്ല, പ്രതീഷ്. പ്രതീഷിന്റെ പ്രതീഷിനൊക്കെ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് പേര് വെട്ടി കളഞ്ഞു. പെണ്ണ് കെട്ടേണ്ട അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞ് നടക്കണ തോന്നിയാസി അവന് ഈ സ്ഥലം ഉണ്ട്. ആരാ പറഞ്ഞത്? ഇല്ല സാറേ, ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാണ്. അവനോടാ പെർമിഷൻ ചോദിക്കാം. സുഗതന്റെ പറമ്പിൽ വന്ന സുഗതനോട് ചോദിക്കണം. അതെ, വേണം. ഇത് കാർഗിൽ യുദ്ധത്തിന് പാകിസ്ഥാൻകാർ നുഴഞ്ഞു കയറുന്ന പോലെ കൊണ്ട് കയറി വരാൻ ആരാ പറഞ്ഞോട്? അല്ല, അതെ, ഇത് ഒന്നുമില്ല സാറേ. ഇത് കുറച്ച് തെങ്ങ് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റും. അതെ, വല്ല മിഷ്യങ്ങളോ ബോംബൊക്കെ ആണെങ്കിൽ വെച്ചോ. ഞാനൊരു പട്ടാളക്കാരനാ. ഈ തെങ്ങും തൈ ഇവിടെ വേണ്ട. ഉള്ള തെങ്ങ് തന്നെ തല പോയി നിൽക്കുകയാണ് ഇവിടെ. വീണ്ടും തലവേദന. ഒന്ന് സൂക്ഷിച്ച് നോക്കി, എല്ലാം ബോംബ് പോലെയാണ് ഇരിക്കുന്നത്. നോക്കിയേ, അതൊക്കെ മനുഷ്യനെ പ്രാന്ത് പഠിപ്പിക്കാതെ എടുത്തോണ്ട് പോ. അല്ല സാറിന് ഫ്രീ ആയിട്ട് വേണേ 10 തരാം. ഇവിടെ ഉള്ള തെങ്ങിനെ മുറിച്ച് കളയാൻ ആളെ കിട്ടാതിരിക്കാൻ ഞാൻ. ഇല്ല സാറേ, ഇത് കാലാകാലം ഇവിടെ വെക്കാനല്ല. ഇത് ഞങ്ങൾ വെറുതെ ഈ തെങ്ങ് ഈ കുടി എടുത്തിട്ട് അതിനകത്ത് വെറുതെ മണ്ണ് നിട്ട് വെക്കുന്നേ ഉള്ളൂ. ഇത് നടുകല്ല. അത്രേ ഉള്ളൂ. ഒരു 4 മാസം അത്രേ വേണ്ടു. 4 മാസം ഇന്ന് തന്നെ എടുത്തു മാറ്റണം. അതെ, കുടുംബശ്രീക്കാർക്ക് കപ്പ നടാൻ വേണ്ടിട്ട് സ്ഥലം കൊടുത്തേക്കാ ഞാൻ. അവര് നാളെ മറ്റന്നാളായിട്ട് വരും. ഇപ്പൊ എടുത്തോണ്ട് പോകണം. അല്ല സാറേ, മൂത്തമ്മ പ്രദീപിനോട് ചോദിച്ചാൽ വല്ല കാര്യമുണ്ടോ? നടക്കില്ല. പ്രദീപനും അവനോടല്ലേ ചോദിച്ചത്? അതെ, ഇത് എന്റെ പറമ്പാണ്, എന്നോട് ചോദിക്കണം. ഞാൻ സാറിനോട് ഇപ്പൊ ചോദിക്കാണ്. അതിപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല. പറയണ കേക്ക്. ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് പോയി ഇവിടെ വച്ചിട്ട് ഞങ്ങൾ ഉടനെ വന്ന് എടുത്തോളാം. സമ്മതിക്കണം. സോറി സാർ, സമ്മതിക്കണം സാർ. അതെ, സുഗതൻ ഒരു വാക്കേ ഉള്ളൂ. ഇത് ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോകണം. ഇനി സംസാരിക്കാൻ സമയമില്ല. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ പട്ടീനെ അയച്ചു കൂടി. അതെ, ആ പന്തലിടുന്നോടത്തൊന്ന് വൃത്തിയാക്കാണ്ടിട്ടാ. ഞാന് ഏതെങ്കിലും ഓർക്കസ്ട്ര ഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഫുഡിന് പുതിയ ഇടത്തിന് തന്നെ വെക്കാന്ന് അച്ഛൻ പറഞ്ഞേ. അവർക്ക് ഇന്ന് സംസാരിക്കാന്ന് പറഞ്ഞേക്കണേ. അത് ഞാൻ എന്താ ഇപ്പൊ ഏട്ടനോട് പറയാം. ശരി. അച്ഛൻ എവിടേക്കാ പോയേ? നേരെ എത്രയായി പോയിട്ട്? ഇതപ്പോ പുതിയടന്ന് വരാന്ന് പറഞ്ഞല്ലേ? അതെ ഏട്ടാ, പുതിയടം വരുമ്പോഴേ അനുവേട്ടൻ പറഞ്ഞേ ബോളിയും കൂടെ വേണമെന്ന്. അനുവേട്ടന് ഭയങ്കര ഇഷ്ടത്ര. പറയണട്ടാ. എടി, നമുക്ക് ഇവിടെ നോൺ വെച്ചാൽ മതിന്നേ. ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എന്തിലൊക്കെ കടിച്ചു വലിക്കാനൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഈ ഇതൊക്കെ വീട്ടിലുണ്ടാക്കണ തന്നെയല്ലേ എന്നും, ഈ പുളിശ്ശേരി, അച്ചാറും സാമ്പാറും. അതെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് സദ്യ ഉണ്ണാൻ വേണ്ടിട്ടാ. അയ്യോ, അച്ഛ എവിടെയുള്ളത്? അത് പുതിയ ഇടം കിടത്തി വേഗം വരാൻ പറയാം. വരൂട്ടാ. ഇന്നൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് വിട്ടോളൂ. വരൂ, വെള്ളം കുടിച്ചിട്ട് പോവാ. വരൂ. അച്ഛനല്ലേ? ഇപ്പം ഇങ്ങോട്ട് വരും. ഇത്ര നേരം ഉണ്ടായിരുന്നാണേ, ഇപ്പൊ പുറത്തേക്ക് പോയി.
ഞാൻ പോകണ വരുമ്പോ അച്ഛനെ വിളിച്ചു അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അല്ല വരണ്ടേ, അപ്പൊ ഞാൻ വിളിച്ചിട്ടേ ഇപ്പൊ വരണ്ട്. ബോളി ബോളി ബോളിയല്ലേ ബോബിന് മോളി പോക്കോളൂ. ബോളിയൊക്കെ ഉണ്ടാക്കൂലേ? ബോളി വേണ്ടേ, അതൊന്നും വേണ്ട. അല്ല അങ്ങനല്ലേ, തെക്ക് ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ഇവിടേക്ക് അത്ര സാധാരണ ഇല്ല. ഈ വേണമെങ്കിൽ കാര്യമില്ല. അല്ല അനുവേട്ടന് വേണം. ഇവൾക്കും അനുവേട്ടനും ഓരോന്നും ഉണ്ടാക്കി കൊടുത്തോന്ന. നമുക്ക് ശരിക്കും പറഞ്ഞാലേ ഈ സദ്യയുടെ കൂടെ ഈ എല്ലാവർക്കും ചിലപ്പോ ഈ സദ്യ പറ്റിയെന്ന് വരില്ലേ. ഈ ഇപ്പൊ കല്യാണത്തിനൊക്കെ വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഈ കടിച്ചു വലിക്കാൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? കടിച്ചു വലിക്കാനിപ്പോ അവിയലും മുരിങ്ങക്കോലും ഉണ്ടാവും, അതിങ്ങനെ കടിച്ചു വലിക്കാം. അങ്ങനത്തെ അല്ല, പിന്നെന്താ ചിക്കനോ അങ്ങനെ എന്തേലേ, ചിക്കന്റെ എന്തേലും. എന്തേ കല്യാണത്തിനോ? എന്താ കല്യാണത്തിന്? അപ്പൊ അല്ലാത്തപ്പോ വെട്ടി കാണാലോ. കല്യാണത്തിന് സദ്യ മതിട്ടോ. അച്ഛൻ കേട്ടോ. അച്ഛൻ വരുമ്പോ ചോദിക്കാല്ല. എന്ത് ചോദിക്കണ? ചോദിക്കാനൊന്നുമില്ല. ഓ ശരി സാർ, സാർ വരുന്നേ. സദ്യയുടെ കൂടെ ഇത് കഴിഞ്ഞാലേ ആ വാഴയുടെ 4 പുറം പുല്ലൊക്കെ വെട്ടി മണ്ണിട്ടേക്കണം കേട്ടാ. നമസ്കാരം. എവിടെയായിരുന്നു? ഞാൻ എനിക്ക് ഉദയടം വിളിക്കുമ്പോഴേ ഞാന് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതാ വരുന്നു അതാണ്. നമ്മളിപ്പോ എത്ര ആളുണ്ടാവും? ഇതിപ്പോ ഇനി എത്ര ദിവസം ഉണ്ടാ? 20 ദിവസം ഉണ്ട്. 20 ദിവസമേ ഉള്ളൂ. അതെ ക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു 3000 ആൾക്ക് സദ്യ വെച്ച ഒരു 3500 ആൾക്ക് കഴിച്ചൂടെ? 3500 നോക്കണ്ട, ഒരു 100-300 ആൾക്കൊക്കെ കഴിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യപ്പെട്ടു, 3500 പേർക്ക് സദ്യ കഴിക്കാം. അപ്പൊ ഒരു 300 വേറെ എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല. വിരോധമില്ല. അച്ഛാ അങ്ങനെയാണെങ്കിൽ ഒരു 1000 പേർക്ക് ബിരിയാണി ആക്കാം, ഒരു 2500 പേർക്ക് ഇതും ആക്കാം. സദ്യ എന്താകണ്? ബിരിയാണി ഒരു 1000 പേർക്ക് ബിരിയാണി ആക്കാന്ന്. ആർക്ക് വേണ്ടവർക്ക്. എന്താ നീ വിളിക്കണത്? എന്തിനാണ് ബിരിയാണി? അല്ല ബിരിയാണി വേണ്ടവർക്ക് കഴിക്കാമല്ലോ അച്ഛാ. എന്താ ഇവനീ പറയണത്? അല്ല ബിരിയാണി ഇപ്പൊ സാധാരണ എല്ലാവരും ഇപ്പൊ ഈ വരുന്നവരൊക്കെ അത്യാവശ്യം എന്തെങ്കിലും കടിച്ചു വലിക്കണം. നമ്മുടെ തറവാട്ടിൽ നിന്ന് വരെ കല്യാണത്തിന് അത് ഉണ്ടായിട്ടുണ്ടോ? നല്ല നാടൻ സദ്യയല്ലേ ഉണ്ടാവാറുള്ളൂ. എന്റെ അനിയന്റെ കല്യാണം, അനിയത്ര കല്യാണം, നിന്റെ കല്യാണം, ആരാ സദ്യ ഒരുക്കിയത്? പുതിയടല്ലേ? അത് അതേപോലെ 16 കൂട്ടം കറി, 3 തരം പായസം, അത് മതി. അത് ഏത് കാലത്താ? ഇപ്പൊ അങ്ങനെ അല്ലാന്ന്. ഇപ്പൊ എല്ലാവരും ഇതൊക്കെ കഴിക്കണവരാണ്. ഒരു കണക്കിന് നല്ലത് സദ്യ തന്നെയാണ്. അതെ, ഇനിയിപ്പോ ബിരിയാണി നിർബന്ധമാണെങ്കിൽ നമുക്ക് ബിരിയാണിയും വെക്കാം, വിഷമില്ല. പക്ഷെ ബിരിയാണി വെക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരു 10-150 പേര് കൂടുതൽ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആകെ കിടന്നൊരു വിഷമാവും. അല്ല അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു 1000 പേർക്ക് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അത് കഴിയുമ്പോ കഴിഞ്ഞോട്ടെ, ബാക്കി സദ്യ ഉണ്ടല്ലോ. അങ്ങനെ രണ്ടും കൂടി വേണ്ട ശീതള, നീ എന്താ ഈ പറയണത്? അല്ല വേണ്ടവർക്ക് കഴിക്കാൻ സദ്യ ആവുമ്പോ കറികളൊന്നും പെട്ടെന്ന് കഴിയില്ല. അതെ, എല്ലാ കറികളും കഴിയില്ല. എല്ലാം കഴിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. സാമ്പാറൊക്കെ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിലും നമുക്ക് വല്ല രസമോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വന്നവരെ മാന്യായിട്ട് നമുക്ക് പറഞ്ഞുകൂടാ, മാന്യായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഉച്ചയ്ക്ക് കുറച്ചു പേർക്ക് സദ്യ ഒരുക്കിയിട്ട് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാവരെയും സദ്യക്കാണ് ക്ഷണിച്ചത്. അപ്പൊ ഈ വരുന്ന 3500 പേർക്കും ഒരേ പോലത്തെ സദ്യ മതി. പിന്നെ വൈകുന്നേരം വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ മതി. അങ്ങനെ മതി. ബോളി ബോളി തിരുവനന്തപുരത്തൊക്കെ കുറച്ച് പേര് വരും. അപ്പൊ മോളുടെ ആഗ്രഹം പോലെ ബോളി ആയിക്കോട്ടെ. മന്ത്രിമാരൊക്കെ പറഞ്ഞു. എന്റെ പാർട്ടിയിലുള്ളവരൊക്കെ ഉണ്ടാവും. പിന്നെ ചില മന്ത്രിമാരൊക്കെ വരും. പായസം. പായസം 3 കൂട്ടം. ഒന്ന് പാലട, പരിപ്പ്, പഴം. നേന്ത്രപ്പഴം ആയിക്കോട്ടെ. പൂവമ്പഴല്ലേ ഉപയോഗിക്കും? അല്ല നേന്ത്രപ്പഴം നല്ലത്. അതെ, എന്നാ പിന്നെ നേന്ത്രപ്പഴാക്കാം. എന്താ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണ്? നിന്നോടൊരു പണി പറഞ്ഞില്ല, അത് ചെയ്തൂടെ എനിക്ക്. ബിരിയാണിയുടെ കാര്യം പറഞ്ഞു. ബിരിയാണി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കല്യാണത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ താല്പര്യമുള്ളവരുണ്ടേ. പുതിയ ട്രെൻഡാ. അതെ, സദ്യ മതി, പണിയെടുക്കട. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയെ പപ്പടം നമുക്ക് വല്യപ്പടം വേണോ അതോ ചെറിയത് മതിയോ? എന്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അല്ല പപ്പടം ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും
ഒക്കെ കണക്കന്നെ രുചി ഒന്നും തന്നെയല്ലേ? ഒന്ന് തന്നെയല്ലേ? രുചി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു 3500 ആള് അല്ലേ? അങ്ങനെ പിടിക്കാം. എന്നാ ശരി. ഓ ആയിക്കോട്ടെ, സന്തോഷം. ശരി. ചേട്ടൻ ആ എന്താണ്? നല്ലതാ, റേഞ്ചില്ല ഇവിടെ. പാടാ ചാകാൻ നോക്കിയാണ് പറഞ്ഞിട്ടിരിക്കണ്ടേടാ. എനിക്കൊന്ന് ഞാൻ വിചാരിച്ചാ പറഞ്ഞിട്ട് എനിക്കൊരു വെറുതെ തന്നെയാണ് ചാകാൻ വേണ്ടി. രാവിലെ മുതൽ ഇത് തന്നെയാണല്ലോ. ഇത് നീ വല്ലതും വലിച്ചിട്ടുണ്ടാ? എന്ത് വലിക്കാൻ? പിന്നെ കണ്ണു മൂക്കൂല്ലാതെയാണ് വന്നിരിക്കണം. പണിക്കോ എടുത്തും വീണെന്ന്. എവിടെയാ പണി എനക്ക്? നമ്മുടെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതനില്ലേ? ഓ ശരിയാ. പുള്ളിയുടെ വീട്ടില്. പുള്ളിയുടെ മോളുടെ കല്യാണം നടക്കാൻ പോവല്ലേ? ഏത് പ്രസിഡന്റ് മോളുടെ കല്യാണമായാ? അത് ശരി. അപ്പൊ ഗംഭീരമായിരിക്കുമല്ലോ. പിന്നെ പടക്ക് പരിപാടിയാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേരച്ചേട്ടാ, നമ്മ ഈ കല്യാണത്തിനെ ബിരിയാണിയാണോ നല്ലത് അതാ സദ്യയാണോ? അതിപ്പോ ആളുകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഏത് ഭക്ഷണം എന്ന് വെച്ചാൽ അത് കൊടുക്കണം. ബിരിയാണിയാണ് സ്റ്റൈൽ ഇപ്പൊ. പ്രസിഡന്റ് അവിടെ സദ്യ വേണോ അതാ ബിരിയാണി വേണോന്ന് ചർച്ചയായി. മോന് ബിരിയാണി, പ്രസിഡന്റ് സദ്യ. ഞാൻ ഇന്ന് ബിരിയാണി എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല, അവര് സദ്യയാക്കി. സദ്യണ? എന്റെ അതേ അഭിപ്രായം പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ അങ്ങനെ കഴുത്തില് തുണിയൊക്കെ ഇട്ട് മറ്റേ മുറുക്കണ മറ്റേ പുള്ളി ഉണ്ടല്ലോ സദ്യ വെക്കണ പുതിയിടം. അതന്നെ പുതിയിടം സത്യശീലിന്റെ സദ്യണ. പുള്ളി അത് ബിരിയാണി ക്യാൻസൽ ആക്കിയിട്ട് സദ്യയിൽ ഉറപ്പിച്ച്. അയ്യോ, ഇയാളെന്ത് മെനകെട്ട ആളാണ്. ആ പ്രസിഡന്റും കൂടി അയാള് പറഞ്ഞ സദ്യയാണ് വിളിച്ചുകൂട്ടി ആളുകൾ മുഴുവൻ കഴിക്കേണ്ടത്. ഇതിപ്പോ എല്ലാരും പറഞ്ഞല്ലേ, ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ എന്താ പൊളിയല്ലേ? എടാ ബിരിയാണി അല്ലേ നല്ലത്. പുള്ളി പറയാ ബിരിയാണി വെക്കാൻ പാടാണ്, പെട്ടെന്ന് കല്യാണത്തിന്റെ ഇടയിൽ തീർന്നു പോയാൽ എന്ത് ചെയ്യും? എന്ത് പാട്? അയാൾക്ക് അറിയാൻ പാടില്ല. 16 കൂട്ടം കറിയും പായസവും ഇത്ര ഉണ്ടാക്കണ സദ്യയാണ് പാട്, ബിരിയാണിയാണ്. അതിന്റെ തന്നെയല്ല ഈ ഇല ഇട്ടിട്ട് ചപ്പും ചവറും പുല്ലും വൈക്കോലും ഒക്കെ വിളമ്പിട്ട് ക്ഷണിക്കപ്പെട്ടവരോട് തിന്നാൻ പറഞ്ഞതിന് ആടും പശുവും ഒക്കെ തിന്നണ പോലെ. ഞാനെന്ത് പറയാനാ, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവര് തള്ളിക്കള. എടാ അത് ജാതി വിവേചനമാണ്, വേറെ ഒന്നുമല്ല. പണ്ട് ഈ സുഗതനെയും ശീതളിനെയൊക്കെ ഉണ്ടല്ല ഈ പുതിയിടത്തിന്റെ വീട്ടുമുറ്റത്ത് കേറ്റൂലായിരുന്നു. എന്തിന് മുമ്പിൽ കൂടി വഴി നടക്കാൻ അനുവദിക്കുമായിരുന്നാ? ജാതി വിവേചനമല്ലേ? ഇപ്പൊ പുതിയിടം വെച്ച് വിളമ്പിയാലേ സുഗതം കഴിക്കുള്ളൂ. പണ്ടിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ ബിരിയാണി തിന്നണവനും മീൻ തിന്നണവനും സദ്യ കഴിക്കണവനും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടല്ലേ ഇയാള് പ്രസിഡന്റ് ആയത്. അപ്പൊ ഇയാളുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഇതിലല്ലേ ഞാനും ഒരു അഭിപ്രായം പറഞ്ഞ, എന്നിട്ട് അവര് പാടെ തള്ളിക്കളഞ്ഞതിനാ. അതിന് പണി കൊടുക്കണോ? അത് പുള്ളി ഇപ്പൊ ഇലക്ഷന്റെ പരിപാടിക്ക് ഇപ്പം മീൻകറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ ഇതിന് കല്യാണത്തിന് ഇപ്പൊ എല്ലാ കല്യാണത്തിനും ബീഫിന് എന്താ കുഴപ്പം? ബീഫ് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ നീ ഒരു കല്യാണ ആവശ്യത്തിന് ചെന്ന് അവിടെ കുറെ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, സദ്യ ഉണ്ട്, നീ ഏത് തിന്നും? ബീഫല്ലേ കഴിക്കുള്ളൂ. ബീഫ് എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച ഒരു ഭക്ഷണമാണ്. എന്തെങ്കിലും കുഴപ്പം അതിനെണ്ടാ? പിന്നെ അത് കൊടുത്തുന്നോർത്ത് എന്താ ഇയാളുടെ മോൾക്ക് എന്ത് പറ്റും? കല്യാണം മുടങ്ങും. ഇതിനൊരു പണിയുണ്ട്, നീ ഒരു പണി ചെയ്തേ. എന്താ? ഇത് നമ്മൾ പ്രതികരിക്കണം, ഇതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. നീ വീഡിയോ ഒന്ന് എടുത്തേ, ഞാൻ പറഞ്ഞ വീഡിയോ ഒന്ന് എടുത്തേ. നീ അത് എടുക്ക്. ഇത് അനുവദിക്കാൻ പറ്റില്ല, നമ്മൾ ഈ പീഡിയറാത്തിരിക്കുമ്പേ. പറഞ്ഞോളൂ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതന്റെ മകളുടെ കല്യാണം നടക്കുകയാണല്ലോ. ഈ വിവാഹത്തിന് പഞ്ചായത്തിലെ മുഴുവൻ നാനാജാതി മതസ്ഥരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ച് എത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റും നിലപാടിന്റെ ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ വീട്ടിൽ നടക്കുന്ന മകളുടെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ, ജാതി വിഭാഗീയതക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട്? നോക്കട്ടെ. ഇത് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാലേ കാര്യങ്ങൾ തീരുമാനമായിക്കോളും. ആളുകൾ ഇതുമ്മ തൂങ്ങിക്കോളും. ഇങ്ങനെയൊക്കെ പറ്റൂല്ലേ? ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പീഡിയത്തിനേൽ ഇരുന്നിട്ട് ഇതുപോലത്തെ നമ്പർ കാണിച്ചാലേ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയുള്ളൂ. അല്ലെ പ്രസിഡന്റിന്റെ കല്യാണം മാത്രം ജനം അറിയും, നമ്മൾ അറിയില്ല. ബിരിയാണിക്കെതിരെ പ്രതികരിക്കാൻ ആള് വേണം. അങ്ങാട് പറക്കട്ടെ. അങ്ങാട്
വിട്ടിട്ടുണ്ട്. ആണല്ലേ? ആ ഇതുമ്മ തൂങ്ങിക്കോളും. ആ അതെ, ഒരുത്തൻ തൂങ്ങി അതുമ്മ. ഒരു ജാതി വിവേചനം, ഭക്ഷണത്തിലെ ജാതി നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റ് നിലപാടിന്റെ ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ശക്തമായ താക്കീത് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായം ശരിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബാക്കിയുള്ളവർക്ക് മുഴുവൻ എത്തിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നോക്കണം നീ, ഏത് നേരം ഫോണിൽ നോക്കണല്ലേ, ഇതൊന്നും കണ്ടില്ലേ നീ? എന്താണ് ഏതവൻ? ഇവൻ ആദ്യം തൊട്ട് വീഡിയോ ഒന്ന് നോക്ക്, കാണാതെ എന്തൊക്കെ തെമ്മാരത്തിനാ പറയണ നോക്ക്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് ഇവനിവിടെ അവിടെ ഒക്കെ കാണാറുള്ള ഒരുത്തനാണുള്ളത്. ഇതെന്ത് ഇവനെന്താ പ്രശ്നം? അതാ ഞാൻ പറഞ്ഞു, ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ? എങ്ങനെ ഇവനറിയണത് ഇതൊക്കെ ഈ കാര്യങ്ങള്? ഇതിപ്പോ അന്നേട്ടം പറഞ്ഞിട്ട് അന്നേട്ടം അയച്ചെന്നോ? അവിടെ നിന്ന് വെച്ചെന്നാ? ഒന്നാമത് ഈ മറ്റേ ഇറച്ചിനും ഭക്ഷണത്തിന് തർക്കണ്ടായതൊക്കെ നീ എന്തിനാ നാട്ടുകാരോട് പറയാൻ പോയി? അച്ഛനെന്തേ പറയണേ? ഞാൻ നാട്ടുകാരോട് പോയി പറയാൻ നിൽക്കണം. പിന്നെ അങ്ങനെ അറിഞ്ഞെന്ന് എനിക്കെങ്ങനെ അറിയുന്ന എന്നെ ഞാൻ ചോദിക്കണേ? എന്തൊരു കഷ്ടം അത്. ഇതിപ്പോ ഞാൻ പോയിട്ട് പറഞ്ഞാൽ മതിയായോ? വീട്ടിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറയുന്നല്ലാണ്ട് ഇതൊക്കെ നാട്ടുകാരോട് പോയി പറയോ ഞാൻ? അതെ, നീ അവനെ വിളിച്ചു പറയേ, അത് രാഷ്ട്രീയത്തിൽ എന്നോടുള്ള വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്താവെന്ന് പറ. ഇത് അങ്ങനെ തന്നെ. ഒന്നാമത്തെ കാര്യം, അന്ന് നമ്മൾ സംസാരിക്കുമ്പോ പിന്നെ പോയി പുതിയട ഉണ്ടായിരുന്നു. ഇനി അയാൾ എവിടെയും പോയി പറയോ? അയാൾ പച്ചക്കറി വെക്കണതിനെതിരല്ലേ ഈ പ്രശ്നം പറയണത്. അപ്പൊ പിന്നെ അയാൾ ഇതിന് നിൽക്കുവോ? അല്ല, ഇത് എങ്ങനെ അറിഞ്ഞെന്നുള്ള ഞാൻ ചോദിക്കണത്. കാര്യം പറഞ്ഞാൽ പ്യാരി ഉടായിപ്പാണെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്, വാസ്തവമുള്ള കാര്യമാണ് പ്യാരി പറഞ്ഞത്. പ്യാരിട്ട് വീഡിയോ കറക്റ്റാണ്. അതെ, അതുകൊണ്ടാ അത് എല്ലാരും കാണണത്. ഇന്നത്തെ ചെറുപ്പാരൊക്കെ ബീഫ് ഇല്ലാണ്ട് ചിക്കൻ കാലൊക്കെ ഇല്ലാണ്ട് അവരെങ്ങനെ കഴിക്കണം? അയാൾ ചെല്ലുന്ന വീട്ടിൽ നിന്നെല്ലാം 5 പൈസ തൊട്ട് വീട്ടുകാർക്ക് കൊടുക്കുന്നത്. എന്താണ് രാഘവട്ടെ, എന്താ ചർച്ച? മൊയ്തൊക്കെ പ്യാരിട്ട വീഡിയോ കണ്ടില്ലേ? അവൻ പറഞ്ഞ കറക്റ്റ് കാര്യല്ലേ? അതിനെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടാക്കില്ലേ? എന്ത് വേണ്ടാത്തത്? ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എല്ലാരും പറഞ്ഞ അപ്പ വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞ ഓൻ വെറുതെ ആളാവാൻ വേണ്ടിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടല്ലേ? അങ്ങനെ പറയല്ല മാഷേ, അതൊരു ശരിയല്ല. ഓനത് ഒരു വസ്തുതയാന്ന് ഓനാ ചൂണ്ടിക്കാട്ടി. വസ്തുതയില്ല. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ അയാളെ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് തരുന്നോ അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. പ്രായോഗികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് ആളെ ഒരു 10,000-3,500 ആൾക്കാർ കല്യാണത്തിന് വരും. ഈ 3,500 ആൾക്കാർക്ക് നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണത്. സദ്യ വിളമ്പണ അതിലും വലിയ ബുദ്ധിമുട്ട്. 18 തരം കറി, ഈ പാവക്ക അരച്ചേണ്ട കൈപ്പള്ള കറി, അങ്ങനെ ഒരു 10-18 കറി. നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞേ, ഇപ്പൊ ചിക്കൻ ആണ് കൊടുക്കണത്. നിങ്ങൾ ചിക്കൻ കൂട്ടില്ല, നിങ്ങൾക്ക് ബീഫ് അവിടെ കിട്ടുമോ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാല്ല. പച്ചക്കറി, വെജിറ്റബിള് എല്ലാം ഉണ്ടാക്കി വെക്കുക. ആ പ്യാരിജാതന്റെ വാക്കും കേട്ടിട്ട് അതിന് വേറെ കുടി പഠിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതേട്ടന്റെ മോളെ കല്യാണ, നമ്മളെ കല്യാണത്തിന് വിളിച്ച് അടച്ചിട്ട് മൂപ്പര് എന്താണോ തരുന്നത് അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരാ. അല്ലാണ്ട് അവിടെ പോയിട്ട് എനിക്ക് ചിക്കൻ വേണം, ബീഫ് വേണം, ഓന് മറ്റേത് വേണം, ഓന് താറാവർച്ചി വേണം എന്നൊന്ന് പറയാൻ മാത്രം അങ്ങനെ പറയരുത്. നമ്മുടെ പിള്ളേരൊന്നും ഇപ്പൊ ഈ ബീഫൊന്നും ഇല്ലാണ്ട് കഴിക്കലായിട്ടാ. ഈ ചിക്കനൊക്കെ ഒന്ന് അടിച്ചു കഴിക്കണേ. അല്ലാണ്ട് അല്ലെങ്കിൽ വിളിക്കണ ഇവരെ പച്ചക്കറി കൂട്ടി മുരിങ്ങാക്കോല് കഴിക്കോടാ. നീ അവൻ അറിയാൻ പാടില്ല മുരിങ്ങാക്കോല് വീട്ടിലും നടത്തണം. നിങ്ങളുടെ വീട്ടിലും കല്യാണം വരുന്നുണ്ട്. അവിടെ ചോദിക്കും ആൾക്കാരാ. ഇല്ലില്ല, അതൊക്കെ കറക്റ്റ് സമയത്ത് നടക്കും. എന്തിനാ കല്യാണം മാറ്റി വെക്കണേ? അല്ല, അതിപ്പോ ഈ പറയണോന്ന് ഇതൊന്നും അറിയണ്ടല്ലോ നമ്മുടെ വിഷമങ്ങളൊന്നും. ഇത് പെൺകുട്ടിയുടെ കല്യാണം. അതെ, ഓക്കെ ഏട്ടാ. കല്യാണം മാറ്റി വെക്കണ്ടോന്നൊക്കെ
ആൾക്കാർക്ക് അതിന്റെ മുകളിൽ ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, രാഷ്ട്രീയ നേതാവല്ലേ, എന്താ അവര് മനുഷ്യരല്ലേ, അവർക്ക് മക്കളുണ്ടാവില്ലേ? ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടും വിഷമൊന്നും ഇവർക്ക് അറിയണ്ടല്ലോ. ഇത് ഒരുത്തൻ എന്തോ ചെയ്തതിന് എന്തിനു നമ്മളിങ്ങനെ കിടന്നതാവണേ? എടാ, ഒരുത്തൻ അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞാൽ അത് കേട്ടിട്ട് അതിനെ ന്യായീകരിച്ച് കുറേ എണ്ണം പിന്നാലെ നടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈവ് നമ്മൾ വിടുക നല്ലത്. ഞാൻ വീഡിയോ എടുത്തരാം, അച്ഛന്ന് പറയൂ, ഞാൻ എടുത്തോളാം. എന്നാ നീ എന്റെ കൂടെ ഇരിക്കും. എന്നാ നീ എടുക്കും, ഞാൻ എടുക്കാം. ഞങ്ങള് ഇതിലെടുക്കട്ടെ ഏട്ടാ? എന്നാ അതിലെടുത്തോ. എന്നാ പിന്നെ പറയാനുള്ളത് എന്നെ പറഞ്ഞു. എടുക്കട്ടെ? എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, എൻ്റെ സഹോദരി മണ്ടോദരിയുടെ വിവാഹ സദ്യയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരു തീരുമാനം എടുക്കുന്നത് അച്ഛനാണ്. അച്ഛൻ്റെ അവസാന തീരുമാനം എന്താണോ അതിനോട് യോജിച്ചു പോലാണ് ഞങ്ങൾ സാധാരണ പതിവ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും പുതിയിടം സത്യശീലനാണ് വിഭവങ്ങൾ ഒരുക്കാറുള്ളത്. എൻ്റെ മോളുടെ കല്യാണത്തിന് വരുന്നവർക്ക് നല്ലൊരു സദ്യ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിന് നല്ലൊരു പാചകക്കാരനെ കണ്ടെത്തി. അല്ലാതെ അയാളുടെ ജാതി മതമൊന്നും ഞങ്ങൾ നോക്കിയില്ല. അനാവശ്യമായിട്ട് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ കുട്ടിയുടെ ജീവിതം പാഴാക്കരുത്. ഞങ്ങളുടെ കുടുംബം ഞങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ് ഈ വിവാദങ്ങളൊക്കെ പടച്ചുവിടുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ ആരും വിവാഹത്തിന് വരാതിരിക്കരുത്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ തിരിച്ചറിയണം. ഒരു സദ്യയിൽ പോലും ഇങ്ങനെ വേർതിരിവ് കണ്ട് വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. ശരിക്കും പറഞ്ഞാല് അവരൊക്കെ ശരിക്കും ചാണകം മുക്കിയ ചൂലോണ്ട് അടിക്കേണ്ടതാണ്. അത്ര സങ്കടമുണ്ട് ഞങ്ങക്ക്. അപ്പൊ എല്ലാവരും കല്യാണത്തിന് വരണം. എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ വക കാര്യങ്ങളിൽ വരെ ഇങ്ങനെ ജാതി മതം പറയണവനൊക്കെ വെച്ചിരിക്കാൻ പാടില്ല. നമസ്കാരം. നമസ്കാരം. ഇരിക്കാം. എന്താ ഈ വഴിക്ക് ലിസ്റ്റൊക്കെ തന്നതാണല്ലോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാണ്. അതായത് ഇപ്പൊ നാട്ടിലുണ്ടായിട്ടുള്ള കോലാഹലങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. അതിപ്പോ ഒരുത്തൻ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു വരുത്തിയെന്നല്ലാണ്ട്. ഞാൻ ഇപ്പൊ വന്നത്, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിയാണ്. എന്തിന്? അല്ല, അത് ശരിയാവില്ല എന്നൊരു തോന്നല്. അയ്യോ, സത്യം പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ പേടിയായി തുടങ്ങി. വേറെ ആരെങ്കിലും വെച്ചിട്ട് അത് നടത്തിക്കോളും. അതിന് എനിക്ക് കുഴപ്പമില്ലെന്നേ. ഞാനൊരു കാര്യം തീരുമാനിച്ചല്ലേ, അത് അങ്ങനെ തന്നെ മതി. അത് പുതിയിടം തന്നെ മതി. അതിലൊന്നും മതി എന്നല്ല, അതേ വേണ്ടു. അല്ല, എന്താ ഇപ്പൊ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഒരു സംഗതി ഏറ്റെടുത്ത് ചെയ്യുമ്പോ അത് പൂർണ്ണ സന്തോഷത്തോടെയും മനസ്സർപ്പിച്ചുമാണ് ചെയ്യണത്. അതെല്ലോ ഞങ്ങൾക്ക് അറിയാലോ. അതെ, അതിപ്പോ ഇങ്ങനെ ഒരു ഇതൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി അത് ശരിയാവില്ല. അല്ല, ഞങ്ങളപ്പോ അല്ല, ഇനി ഞാനത് വീണ്ടും വെച്ചാലൊന്നും അത് നന്നാവില്ല. അതുകൊണ്ടാണ്. അപ്പൊ വേറെ ഒന്നും തോന്നരുത്, ഒന്നുമില്ല. അപ്പൊ എന്നാ ശരി കേട്ടോ പ്രസിഡന്റെ. ഉണ്ടോ? നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അതിന് പറ്റിയ നല്ലൊരാളെ നമുക്ക് കണ്ടെത്തിയാൽ പോരെ. അത് കിട്ടും, അത് നോക്കാം നമുക്ക്. എന്നിട്ട് അയാളെ കുറിച്ച് ഇതുപോലെ ഓരോ പരാതി പറഞ്ഞാലോ? അതൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് വെക്കാം. എന്താ ഈ പറയണ? ഇത്ര ആൾക്കാർക്കോ? കൈസഹായത്തിന് ബംഗാളികളെ വിളിക്കടാ. ഞാൻ തീരുമാനിച്ചു, നമ്മൾ വെക്കും. അച്ഛൻ പറഞ്ഞു ശരിയാ, നമുക്ക് വെക്കാം. നമ്മൾ ക്ഷണിച്ച ആൾക്കാരല്ലേ, നമുക്കും കുറെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. പഴയ കാലത്ത് എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അസലായിട്ട് വെക്കാം.